السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അടുത്തതായി നമുക്ക് ഇസ്തബ്ദിലി ഖത്തന എന്ന അധ്യായം, അതിലെ ഒരു ഷായർ, ജാഹിലി ഷായറാണ്. അദ്ദേഹത്തിന്റെ പ്രിയതമയോട് ജയിലിലടക്കപ്പെട്ട അവസരത്തില് പല കാരണങ്ങൾക്ക് വേണ്ടി വിദൂരദിക്ക് ആയ ഫാരിസ്, പേർഷ്യയിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അങ്ങനെ ദീർഘകാലം വിചാരണ തടവിലായിട്ടും അതിന്റെയൊക്കെ ശേഷം ശിക്ഷ വിധിച്ചിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ദീർഘകാലഘട്ടവും അദ്ദേഹം കഴിച്ചുകൂട്ടിയപ്പോ തന്റെ ഭാര്യയോട് പറയുന്ന വാക്കുകളാണ്. ഷായറിന്റെ പേര് ഹുജ്ർ ബിൻ ഖാലിദ്. അദ്ദേഹത്തിന്റെ പൂർവ പിതാക്കളെ മുഴുവനും അവിടെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഹുജ്ർ ബിൻ ഖാലിദ് എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം പറയാണ്, കൽബിയത്തുൻ അലിഖൽ ഫുആദു ബിദിക്രിഹാ മാ ഇൻ തസാലു തറാ ലഹാ അഹ്വാലാ فقني حياءك لا أبالك إنني في أرض فارس مؤتق نحوالا وإذا هلكت فلا تريدي عاجزا غسا ولا برما ولا معزالا واستبدلي ختنا لأهلك مثله يؤتي الجزيل ويقتل الأبطال غير الجدير بأن تكون لقوه ربا عليه ولا الفصيل عيالا. അപ്പൊ ഹുജ്ർ ബിൻ ഖാലിദ് എന്ന ഒരു ജാഹിലി ഷായർ പറയുന്നു, എന്താ പറയുന്നത്? കൽബിയത്തുൻ ഹിയ കൽബിയത്തുൻ എന്നാണ്. തന്റെ ഭാര്യ, വിദൂരത്തുള്ള തന്റെ ഭാര്യയോട് പറയാണ്. ഗായിബിന്റെ സീഗയിലാണ് ആദ്യം ബൈത്ത് തുടങ്ങുന്നത്, പിന്നീട് ഖിതാബിലേക്ക് മാറുന്നുണ്ട്. ഏതായാലും കൽബിയത്തുൻ ഒരു കളയപ്പെട്ട മുബ്താന്റെ ഖബറാണ്. ഹിയ കൽബിയത്തുൻ എന്നാണ്. ബനൂ കൽബ്, നേരത്തേക്ക് നമ്മൾ പല പ്രാവശ്യം പരിചയപ്പെട്ട ബനൂ കൽബ് കബീലയിലേക്ക് നിസ്ബയാണ്, കൽബിയ. അപ്പൊ അതുകൊണ്ടെന്ന് മനസ്സിലായി, അദ്ദേഹത്തിന്റെ ഭാര്യ കൽബ് കുടുംബക്കാരാണ് എന്ന് മനസ്സിലായി. അപ്പൊ കൽബിയാണ് അവള്, ബനൂ കൽബ് കബീലയിലെ ആളാണ്. അങ്ങനത്തെ കൽബിയ സ്ത്രീ അലിഖൽ ഫുആദു ബിദിക്രിഹാ, അവളെ ഓർക്കൽ കൊണ്ട് ഹൃദയം ബന്ധിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ മാ ഇൻ തസാലു തറാ ലഹാ അഹ്വാലാ, അവിടെ സ്വന്തം ശരീരത്തോട് പറയുന്നതും ആവാം. എന്ത്? മാ ഇൻ തസാലു തറാ ലഹാ അഹ്വാലഹ എന്ന്. ഒന്നിരിക്കെ സ്വന്തം നഫ്സിനോട് പറയാണ്, അതല്ലെങ്കിൽ വേറൊരാളെ സങ്കല്പിച്ചിട്ട് ആ നഫ്സിനോട് പറയാണ്. അപ്പൊ എപ്പോഴാണ് ഹൃദയം ബന്ധിക്കുന്നത്? കണ്ടുകൊണ്ടിരിക്കുമ്പോ. ഇൻ തസാലു, അവിടെ ഇന്ന് ജായിദേ, മാ തസാലു തറാ ലഹാ അഹ്വാല എന്നാണ് വരുന്നത്. അഹ്വാല് ഹൗലിന്റെ ജമ്മ, ഭീകരത എന്നൊക്കെ, ആഫത്തുകള്. അപ്പോ ആഫത്തുകള്, മുസീബത്തുകള്, പ്രയാസമുള്ള ഘട്ടങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവിടെ തറ നേരിൽ കാണുക.
ആ നിലക്ക് നോക്കുമ്പോൾ ഒന്നിരിക്കെ സ്വന്തം ശരീരത്തോട് തന്നെ പറയാം. അതല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന പ്രയാസം, താന് സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾ കാണുന്നു എന്ന് സങ്കല്പിച്ചിട്ട് പറയാണ് എന്ത് മാ ഇൻതസാലു തറാലഹ അഹ്വാല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്ന സമയം, നേരിൽ കാണുന്ന സന്ദർഭത്തിൽ ഞാൻ അവളെ ഓർക്കൽ കൊണ്ട് എന്റെ ഹൃദയം ബന്ധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബനൂ കൽബിലെ സ്ത്രീയാണ് അവള്. അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ, ഏതൊരു വിഷയത്തിനും ഒരു പരിചയപ്പെടുത്തൽ ഉണ്ടാവില്ല. ആ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ പെണ്ണിനെ ഉൾപ്പെടുത്തിയിട്ട് ഇതുവരെ ഗായിബായിട്ട് പറഞ്ഞിട്ട് ഇനി ഖിതാബിലേക്ക് മാറുന്നു. ഒരു ബൈത്തിന്റെ അറബി പദ്യത്തിന്റെ ഒരു ശൈലിയാണല്ലോ. ആ നിലക്ക് പറയുന്നു ഫഖ്നി ഹയാഅക്കി ലാ അബാലക്കി ഇന്നനി. ഫഖ്നി ഖന യഖ്നി എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കിക്കോന്ന. ഖന എന്ന് പറഞ്ഞ സമ്പാദിക്കുക, ഖനറജുലു എന്ന് പറഞ്ഞ കസബഹൂന, മുതൽ സമ്പാദിച്ചു എന്നൊക്കെ. അപ്പൊ സമ്പാദ്യം നിർബന്ധമായൊരു വിഷയമാണ്, നിർബന്ധമാക്കുക എന്നാണ്. ഫഖ്നി ഹയാഅക്കി, നീ നിന്റെ ലജ്ജ നിർബന്ധമാക്കുക. ലാ അബാലക്കി ഇന്നനി ഫി അർദി ഫാരിസ മുഅ്തഖുൻ. അതുകൊണ്ട് നീ ഹയാ നിർബന്ധമാക്കുക, അഥവാ നീ ഹയായിലായിട്ട് ഒതുങ്ങി കഴിയുക. ശേഷം പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ മറ്റൊരാളെ തേടാൻ താല്പര്യമുണ്ടെങ്കിൽ നീ തേടേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഭർത്താവായിരിക്കണമെന്ന്. അതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഷജാഅത്തിലും ധർമ്മത്തിലുമൊക്കെ അദ്ദേഹത്തിനെ കവച്ചു വെക്കുന്ന വേറൊരു പുരുഷനെ നിനക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാതെ നിന്നോ എന്നാണ് പരോക്ഷമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് ബൈത്തിലൂടെ അറിയുന്നതും അങ്ങനെ തന്നെയാണ്. പ്രത്യക്ഷത്തിൽ നീ വിവാഹം കഴിച്ചോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതായിരുന്നാലും നീ ലജ്ജ ഉൾക്കൊള്ളുക, നിർബന്ധമാക്കുക. ലാ അബാലക്കി, അതൊരു മദഹിന്റെ പ്രയോഗമാണ്. അഥവാ ഞാനിവിടെ ജയിലിൽ അകപ്പെട്ടു, നിനക്ക് ഒരു സ്വന്തം ജീവിക്കാൻ കഴിയണം. ഉപ്പയുടെ ഒരു ഖിദ്മത്ത് അല്ലെങ്കിൽ ഉപ്പയുടെ ഒരു സഹായം പോലും ആവശ്യമില്ലാത്ത രീതിയിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട അവസ്ഥ നിനക്ക് വരരുത്. ഉപ്പാന്റെ ഒരു ഖിദ്മത്ത് പോലും ഇല്ലാത്ത നിലക്ക് ആവട്ടെ. ലാ അബാലക്കി എന്നാണ്. ഇന്നനി ഫി അർളി ഫാരിസ മൂസഖുൻ, ഞാൻ ഫാരിസ് നാട്ടിൽ മൂസഖുൻ ബന്ധിസ്ഥനാക്കപ്പെട്ടിട്ടുണ്ട്. അഹ്വാല, വ്യത്യസ്ത ഘട്ടങ്ങളിൽ അഥവാ വ്യത്യസ്ത വിഷയങ്ങളിൽ. അതാ നേരത്തെ പറഞ്ഞത് അഹ്വാല എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഒന്ന്, വിചാരണ തടവായിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അതിന്റെ ശേഷം ശിക്ഷ വിധിക്കപ്പെട്ടിട്ട് വീണ്ടും ഒരുപാട് ദിനരാത്രങ്ങൾ അദ്ദേഹം ഇങ്ങനെ എണ്ണി വർഷങ്ങൾ കഴിഞ്ഞു കിടക്കുക. അപ്പോഴാണ് അദ്ദേഹം അതൊക്കെ പറയുന്നത്. അതാണ് വ്യത്യസ്ത അവസരത്തിൽ, വ്യത്യസ്ത ഘട്ടങ്ങളിൽ, വ്യത്യസ്ത കാരണങ്ങൾക്ക് വേണ്ടി ഞാൻ ഫാരിസ് നാട്ടില് അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഹയാ ഉൾക്കൊള്ളുക. നീ നിനക്ക് ഒരു ഷർറ് വരാതിരിക്കട്ടെ, മറ്റൊരാളുടെ പരസഹായം പോലും വരാത്ത രീതിയിൽ സ്വന്തം നിലനിൽപ്പ് നിനക്ക് ഉണ്ടാവട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവിടെ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടതുകൊണ്ട് ഒന്നൊരിക്കലും സംഭവിക്കാൻ പോകുന്നത് ദീർഘമായിരിക്കുന്ന ജയിൽവാസം, അതുമല്ലെങ്കിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റി കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് സൂചിപ്പിച്ച് അദ്ദേഹം പറയാം, വൈദാ ഹലക്തു, ഞാൻ നശിക്കുകയാണെങ്കിൽ, കൊല്ലപ്പെടുകയാണെങ്കിൽ, ഫലാ തുരീദി ആജിസ, നീ ഉദ്ദേശിക്കരുത്, അഥവാ നീ വിവാഹം ചെയ്യരുത്, ആജിസൻ, ഒരു അശക്തനെ നീ വിവാഹം ചെയ്യരുത്. ഇവിടെ ഇറാദത്ത് ലാ തുരീദി എന്ന പദം കൊണ്ട് കിനായത്താക്കുന്നത്, ഉദ്ദേശിക്കുന്നത് വിവാഹം ചെയ്യരുത് എന്നാണ്.
ആജിസൻ എന്നതാണ് മഫ്ഊൽ. അപ്പൊ നീ ഉദ്ദേശിക്കരുത്, നീ വിവാഹം ചെയ്യരുത് ഒരു ആജിസ്, ഒരു അശക്തനെ വിവാഹം ചെയ്യരുത്. അതേപോലെ ഉസ്സൻ, ഉസ് എന്ന് പറഞ്ഞാൽ ദഈഫ്, ബലഹീനന്. വലാ ബറമൻ വലാ മിഅ്സാല. ബറമ് എന്ന് പറഞ്ഞാൽ പിശുക്കൻ, ബഖീൽ എന്നാണ് അർത്ഥം. ജനങ്ങളുടെ മധ്യത്തിലേക്കൊന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്കും ജനങ്ങൾ കൂടുന്നിടത്തൊന്നും പങ്കെടുക്കാതെ ഒതുങ്ങിക്കഴിയുന്ന ഒരു പിശുക്കൻ. അങ്ങനെ പിശുക്കനാവരുത്. അതേപോലെ വല മിഅ്സാല, നീ മിഅ്സാലും ആവരുത്. അഥവാ മിഅ്സാലായ, ബഖീലായ, ആജിസായ ആളെ നീ വിവാഹം ചെയ്യരുത്. ആവരുത് എന്നല്ല, നീ വിവാഹം ചെയ്യരുത്. അടുത്ത് പറഞ്ഞല്ലോ ഫലാ തുരീദി, ഫലാ തുരീദി ആജിസ, നീ വിവാഹം ചെയ്യരുത് ആജിസിനെ. അതേപോലെ ഉസ്സൻ വലാ ബറമൻ വലാ മിഅ്സാല, അങ്ങോട്ടാണ് മടങ്ങുന്നത്. അപ്പോ ബലഹീനനെയും അശക്തനെയും പിശുക്കനെയും അതുപോലെ മിഅ്സാല്, മിഅ്സാല് എന്ന് പറഞ്ഞതിന് ഒന്ന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ആയുധം ധരിക്കാത്തവനെ യുദ്ധം ചെയ്യരുത്. അതല്ലെങ്കിൽ സ്വന്തം ദീർഘമായിരിക്കുന്ന യാത്ര നടത്താത്തവരെ, അഥവാ യുദ്ധത്തിനൊന്നും കൊതിയില്ലാതെ വീട്ടിലൊതുങ്ങി കഴിയുന്ന ഒരു മോശം ആളെ നീ വിവാഹം ചെയ്യരുത്. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുക എന്താ? ഇത്തരം വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായിരിക്കുന്ന ആള് തന്റെ ഭർത്താവാകുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് വിവാഹം ചെയ്യണം എന്ന തോന്നലുണ്ടെങ്കിൽ അത് എന്നെപ്പോലത്തെ ഒരാളെ നീ വിവാഹം ചെയ്തോ, അത് നിനക്ക് കിട്ടാനും പോകുന്നില്ല എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പ്രത്യക്ഷമായിട്ട് വിവാഹം ചെയ്തോ എന്ന് തന്നെ അതിന് സഹായമായിട്ട് അദ്ദേഹം പറയാം, വസ്തബ്ദിലി ഖത്തനൻ ലി അഹ്ലികി മിത്ലുഹു. അങ്ങനെയൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള മോശക്കാരെ നീ വിവാഹം ചെയ്യരുത്. അങ്ങനെ വിവാഹം ചെയ്യണം എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ എന്നെ പോലത്തെ ആളെ നീ വിവാഹം ചെയ്തോ. ശജാഅത്തിലും ധർമ്മത്തിലുമൊക്കെ എന്നോട് കിടപിടിക്കാൻ പറ്റുന്ന ആളെ നീ വിവാഹം ചെയ്തോ. എന്നിട്ടോ വസ്തബ്ദിലി ഖത്തന, നീ പകരം തേടിക്കോ, എനിക്ക് പകരം മറ്റൊരാളെ തേടിക്കോന്ന്. ആരെ? ഖത്തനൻ. ഖത്തന്, ഖത്തനൻ ലി അഹ്ലികി മിത്ലുഹു. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാം കൊണ്ടും മതിയായിരിക്കുന്ന നിന്റെ കുടുംബത്തിലേക്ക് ഒരു മരുമകനെ നീ പകരം തേടിക്കോ. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താ? യുഅ്തിൽ ജസീല, ധർമ്മങ്ങളൊക്കെ ധാരാളം നൽകും. വയഖ്തുലുൽ അബ്താല, ആവശ്യമായ സമയത്ത് പോർക്കിടത്തിലേക്ക് ഇറങ്ങി ധീരശാലികളെ വകവരുത്തും. അങ്ങനെയുള്ള ഒരാളെ നിനക്ക് പകരം തേടാം. ഗൈറൽ ജദീരി ബിഅൻ തകൂന ലഖൂഹു റബ്ബൻ അലൈഹി വൽ ഫസീലു അയാല. ഗൈറൽ ജദീരി എന്ന് ഖത്തനൻ എന്നതിലേക്ക് അത്ഫായി, ഖത്തനിന്റെ ഗൈറൽ ജദീരി സിഫത്തായിട്ട് ഖത്തനൻ എന്നതിലേക്ക് സിഫത്ത്, അതിന്റെ സിഫത്തായിട്ടാണ് പറയുന്നത് ഗൈറൽ ജദീരി. ലഖൂഹു, ലഖൂഹ് ഇന്നലെ നമ്മൾ പറഞ്ഞു. ലഖൂഹ് എന്ന് പറഞ്ഞാൽ അന്നാഖത്തു ദാത്തുൽ ലബനി, ധാരാളം പാല് കൊടുക്കുന്ന ഒട്ടകാണെന്ന് ലഖൂഹ്. ഇവിടെ റബ്ബൻ എന്ന് പറയുന്നത്, റബ്ബ് പറഞ്ഞാൽ അൽ മാലിക്. ഫസീല് പറയുന്നുണ്ട്, ഫസീല് വലതുന്നാഖത്ത്, ഒട്ടകത്തിന്റെ കുട്ടി. ചുരുക്കത്തില് ഖത്തന് തേടാം നിനക്ക്, വീട്ടിൽ ഒരു മരുമകൻ നിനക്ക് തേടാം, നിന്റെ വീട്ടുകാർക്ക് ഒരു മരുമകനായിട്ട് നല്ലവനെ നിനക്ക് തേടാം. അത് ഗൈറൽ ജദീർ, മറ്റുള്ള ആളുകൾക്ക് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ആള് ആവാത്ത എന്നാണ്. അഥവാ
ഇദ്ദേഹം മറ്റൊരാളുടെ അടിമയാവാൻ പാടില്ല. അങ്ങനത്തെ ആള് ആരൊക്കെ തേടണം എന്ന് പറയണല്ലോ. അപ്പൊ അദ്ദേഹം മറ്റൊരാളുടെ കീഴിലുള്ള ഒരു മംലൂക്ക് ആവാൻ പാടില്ല. അതാണ് ഗൈറുൽ ജദീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ യകൂനു ഖലീഖൻ ബിഅൻ യകൂന മംലൂക്കൻ ലിമാലികിഹി ലാ മാലിക്കൻ എന്ന്. നീ ഭർത്താവായി സ്വീകരിക്കുന്ന ആള് മറ്റൊരാളുടെ കീഴിലുള്ള ഒരു അടിമയാവാൻ പാടില്ല. അപ്പൊ അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമല്ലോ. അതെങ്ങനെ പറയുന്നുണ്ടോ? ബി അൻ തകൂന ലഹു റബ്ബൻ അലൈഹി എന്ന്. അങ്ങനെ വേറൊരാള് ഇദ്ദേഹത്തിനെ ഭരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവൽ കൊണ്ട്. കാരണം ഒട്ടകക്കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ആ ഒട്ടകക്കുട്ടി പൂർണ്ണമായിട്ടും ഈ നാക്കത്തിന്റെ ഉടമസ്ഥയിലായിരിക്കുമല്ലോ. അപ്പൊ ആ നിലക്ക് ഉണ്ടാവാൻ പാടില്ല. വലൽ ഫസീലു അയ്യാല, ഫസീലും ആവാൻ പാടില്ല. അപ്പോ അയ്യാലിൽ നിന്നുള്ള ഫസീലും ആവാൻ പാടില്ല. ഫസീല് ഒട്ടകത്തിന്റെ കുട്ടി. അപ്പൊ ഒന്നിനും കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത നിലക്കുള്ള ആള് ആവാൻ പാടില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോ ജയിലിലകപ്പെട്ടിട്ട് പറയാണ്, എന്റെ സംഭവം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാളെ തേടാം. അങ്ങനെ തേടുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ ഇതൊക്കെയാണ് എന്ന് അദ്ദേഹം പറയാണ് തന്റെ ഭാര്യയോട്, പ്രീതമ്മയോട് പറയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.